1820 കാലഘട്ടത്തിൽ പേരാമ്പ്രദേശത്ത് ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയും തങ്ങളുടെ കൗദാശിക കാര്യങ്ങൾക്ക് മൈലുകൾ താണ്ടി ചാലക്കുടി പള്ളിയിലേക്ക് പോകുന്നത് ദുഷ്കരമായ സാഹചര്യത്തിൽ ഒരു ദേവാലയം വേണമെന്നുള്ള ആവശ്യം ഉടലെടുക്കുകയും പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കാട്ടാനകളും മറ്റ് വന്യജീവികളും ദേവാലയത്തെ നശിപ്പിക്കുകയും ദിവ്യബലിക്ക് തടസ്സമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ വിശ്വാസികൾ ആ വിവരം മാതൃഇടവകയായ ചാലക്കുടി പള്ളിയിൽ അറിയിച്ചു. അന്നത്തെ വികാരി വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത സിദ്ധികളുള്ള ഒരു തിരുസ്വരൂപം പേരാമ്പ്ര പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ നൽകുകയും ചെയ്തു. പിറ്റേ ദിവസം ദിവ്യബലി അർപ്പിക്കുവാൻ വന്ന വൈദികൻ കാണുന്നത് കാട്ടാനകൾ വിശുദ്ധനെ വണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം കാട്ടാനകളുടെയും മറ്റു വന്യജീവികളുടെയും ശല്യം നിലയ്ക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും എല്ലാ വർഷവും ജനുവരി 29 നടക്കുന്ന അമ്പപ്രദക്ഷിണ സമാപനത്തോടനുബന്ധിച്ച് ചർളയക്കൂടുകൾ ദേവാലയത്തിന് അഭിമുഖമായി നിൽക്കുന്നത് പേരാമ്പ്രയിൽ നടന്ന ഈ അത്ഭുത സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമം നൽകാനിരുന്ന പേരാമ്പ്ര പള്ളി, പുണ്യവാന്റെ പള്ളി, പുണ്യാളച്ചന്റെ ദേവാലയം എന്നീ വിശേഷണ നാമങ്ങളിൽ അറിയപ്പെടുകയും വിശുദ്ധ അന്തോണീസിന്റെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം. 8 ഇഞ്ച് ഉയരവും മരത്തിൽ കൊത്തിയെടുത്തതുമായ അത്ഭുത രൂപം മദ്ബഹയിലെ അതിപൂജ്യമായ കൂട്ടിൽ ഇന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റത്തടിയിൽ തീർത്ത ക്രൂശിത രൂപവും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത സിദ്ധികളുള്ള തിരുസ്വരൂപവും പേരാമ്പ്ര പള്ളിയുടെ പഴക്കത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആക്കവും തൂക്കവും കൂട്ടുന്നവയാണ്. ക്രിസ്തുവർഷം 1832 പേരാമ്പ്ര പള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. പേരാമ്പ്ര അമ്മപ്പള്ളിയിൽ നിന്ന് പിന്നീട് പല ഇടവക പള്ളികളും രൂപം കൊണ്ടിട്ടുണ്ട്. 1915 മുപ്ലിയം അസംഷൻ ദേവാലയം, 1923 മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയം, 1943 കനകമല സെന്റ് ആന്റണീസ് ദേവാലയം, 1962 മറ്റത്തൂർ നിത്യസഹായ മാതാ ദേവാലയം, 1970 കൊടകര സെന്റ് ജോസഫ് ദേവാലയം, 1974 തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയം, 1981 വല്ലപ്പാടി ദേവമാതാ ദേവാലയം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സൂര്യശോഭയിൽ തിളങ്ങുന്ന പേരും പെരുമയുമുള്ള പേരാമ്പ്ര വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയം.